ഹലോ ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മളുള്ളത് അഹമ്മദാബാദിലാണ് കേട്ടോ. അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. നമ്മളൊരു കല്യാണ ഫംഗ്ഷന് വേണ്ടിയിട്ട് വന്നായിരുന്നു. ഇവിടുത്തെ കല്യാണം എന്നൊക്കെ പറയുമ്പോൾ വേറൊരു കൾച്ചറും കാര്യങ്ങളും അടിപൊളി സംഗതിയായിരുന്നു കേട്ടോ. ഇപ്പം നമ്മളിവിടെ നിൽക്കുന്നത് റൂമിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. അപ്പോൾ ഇവിടെ അഹമ്മദാബാദ് കല്യാണത്തിന് പറ്റിയ ഫുഡാണ് കേട്ടോ. ഇതാണ്ട് ഒരു ജീര, പിന്നെ എന്തൊക്കെയാണ് ഇവിടുത്തെ വെറൈറ്റി ഐറ്റംസ് ഒക്കെയാണ്. പിന്നെ പാസ് ഉണ്ട് കേട്ടോ. നമ്മൾ ഇവിടുന്ന് കറങ്ങാൻ ഇറങ്ങിയേക്കാണ് കേട്ടോ. ഇവിടെ അഹമ്മദാബാദിലെ പ്രധാനപ്പെട്ട സ്പോട്ടുകളിലുള്ളത് ഇത് ഇവിടുത്തെ പ്രധാന സ്പോട്ടായിട്ടുള്ള ലാൽ ദർവാസിൻ്റെ അടുത്തുള്ള ജമാ മസ്ജിദിൻ്റെ അടുത്തുള്ള സ്പോട്ടാണ്. നിങ്ങൾക്ക് മാർക്കറ്റിങ്ങിന് അതുപോലെ തന്നെ പർച്ചേസിന് പറ്റിയിട്ടുള്ള നല്ല സൂപ്പർ പ്ലേസ് ആണ് കേട്ടോ. നല്ല പർച്ചേസ് ചെയ്യാനും റൈറ്റ് സൈഡിലൊക്കെ ഒരുപാട് കച്ചവടങ്ങൾ നടക്കുന്നത്. ഉച്ചയാണ് കേട്ടോ, അപ്പോഴും ഭയങ്കര തിരക്കാണ്. വൈകുന്നേരമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര എക്സ്ട്രീം തിരക്കായിരിക്കും കേട്ടോ. അത് കിലോമീറ്റർ കണക്കിന് ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ കച്ചവടങ്ങളാണ്, ചെറിയ ചെറിയ കച്ചവടങ്ങളാണ്. ഈ മാർക്കറ്റിൻ്റെ നടുവിലായിട്ടാണ് നമ്മുടെ ഈ ജമാ മസ്ജിദ് ഉള്ളത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് പ്ലേസും കൂടിയാണ് ഈ ഒരു ഷാഹി ജമാ മസ്ജിദ് എന്ന് പറയുന്നത് കേട്ടോ. ഉണ്ടാക്കിയിട്ടുള്ളത് അഹമ്മദ് ഷാ ആണ്, അഥവാ ഫൗണ്ടർ ഓഫ് അഹമ്മദാബാദ് ആയിട്ടുള്ള അഹമ്മദ് ഷാ ആണ് ഇതിൻ്റെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിലാണ് അവരുടെ ദർഗയും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇതാണ് അഹമ്മദാബാദ് ജമാ മസ്ജിദിൻ്റെ ഉൾവശം കേട്ടോ. വലിയ പള്ളിയാണ്, നമ്മുടെ ഡൽഹി ജമാ മസ്ജിദൊക്കെ പോലെയാണ്. കാരണം അതിൻ്റെ ചുറ്റും ഇതുപോലെ ഒരുപാട് മിനാരങ്ങളുണ്ട് കേട്ടോ. കാണാൻ ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു പള്ളിയാണ്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ അവിടെ നിന്ന് നേരെ വന്നിരിക്കുന്നത് ഇവിടുത്തെ ദാദ് ഹരിയർ സ്റ്റെപ്പ് വെൽ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം. ഒരു കിണറാണ് കേട്ടോ. പക്ഷേ ഒരു വേറെ ലെവൽ കിണറാണിത്. ഭയങ്കര സെറ്റപ്പ് കിണറാണ്. കാണേണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ അവിടെ വന്നാൽ. അതിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇതിൻ്റെ അടുത്ത് തന്നെ വളരെ മനോഹരമായിട്ടുള്ളൊരു പള്ളിയും കാണാൻ കഴിയും. അതിൻ്റെ ആർക്കിടെക്ചറൊക്കെ അടിപൊളി എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ സാധനങ്ങളാണ്. ഇവിടെ നിന്നൊക്കെ കുറേ സിനിമ ഷൂട്ടിങ്സും കാര്യങ്ങളൊക്കെ നടന്നുണ്ട്. ഈ ഒരു വെല്ലെന്ന് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു കാണേണ്ട ഒരു കിണർ തന്നെയാണ് കേട്ടോ. വേറെ ലെവൽ സാധനമാണ്. കിണറിലേക്കുള്ള വഴിയാണ് കേട്ടോ. ഏകദേശം 5 നില ഉണ്ട് താഴത്തേക്ക്. ഏറ്റവും താഴത്തായിട്ടാണ് കിണർ കിടക്കുന്നത്. പിന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് ഏരിയയാണ് ഈ ഒരു കങ്കാരിയ ലേക്ക് എന്ന് പറയുന്ന ഒരു ലേക്കിൻ്റെ ചുറ്റും ഒരുപാട് ടൂറിസ്റ്റ് സ്പോട്ടുകളായിട്ടുള്ളൊരു സ്ഥലമാണ്. അവിടെ നിന്ന് നമ്മൾ നേരെ വന്നത് ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഫലൂദ കുടിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടുത്തെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഷോപ്പാണ് കേട്ടോ ഫലൂദ. ഇവിടുത്തെ ശബരി റിവറിൻ്റെ ഇടയിലായിട്ടുള്ളൊരു ഇതാണ്, ബ്രിഡ്ജാണ്. അടൽ ബ്രിഡ്ജ് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ. ഒരാൾക്ക് 30 രൂപയാണ് ടിക്കറ്റ്. നല്ല തിരക്കുണ്ട്.